വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ ടപ്പാച്ചി. ഒരു കോംബോച്ചയുടെ ഫീലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണിത്. പൈനാപ്പിൾ ടപ്പാച്ചി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് കാണാം. അപ്പോൾ പൈനാപ്പിൾ ടപ്പാച്ചി തയ്യാറാക്കാൻ വേണ്ടി നമുക്കിവിടെ വേണ്ടത് പൈനാപ്പിളിൻ്റെ തൊലിയാണ്. കൈതച്ചക്കയുടെ തൊലി മതി, കൈതച്ചക്ക വേണ്ട. അപ്പോൾ കൈതച്ചക്കയുടെ തൊലി, അതേപോലെ നടുക്കത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും കൂടി ഇതിലിട്ടിട്ട് കുറച്ച് പട്ടയും കുറച്ച് കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിത്തിരി ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 2-3 ദിവസം ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. എയർ ടൈറ്റ് ആയിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 തവണ ഒന്ന് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നല്ലൊരു സ്ട്രോങ് സ്മെല്ലാണ് കേട്ടോ. ഇത് അരിക്കുന്ന സമയത്ത് അതേപോലെ തുറന്ന സമയത്തൊക്കെ നല്ലൊരു സ്ട്രോങ് സ്മെല്ലാണ്. അപ്പോൾ അത് കഴിച്ചാൽ തന്നെ നല്ലൊരു സ്ട്രോങ് ഫീലിംഗ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തായാലും അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റണം. ഏത് കുപ്പി വേണമെങ്കിൽ എടുക്കാം. പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചില്ല് കുപ്പി വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതും എയർ ടൈറ്റ് ആയിട്ട് വെച്ച് ഒരു 2 ദിവസം കൂടി ഒന്ന് വയ്ക്കാം. അങ്ങനെ ഫൈനലായിട്ട് ആ 2 ദിവസം കൂടി കഴിഞ്ഞു. നമ്മുടെ ടപ്പാച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് തന്നെ കാണാം. അപ്പോൾ പൈനാപ്പിൾ ടപ്പാച്ചി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ഇത് കുടിച്ച് നല്ലൊരു നല്ലൊരു ഫ്ലേവറും അതേപോലെ നല്ലൊരു സ്ട്രോങ് ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കാം. ഹോം മെയ്ഡ് ഇതുപോലത്തെ ഫെർമെൻറ്റഡ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കും അതേപോലെ ഇത് കുടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.